Yes, yes. Okay. Okay. A very good morning to all. Good morning. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Good morning, Miss. Okay. Now, today we are going to discuss about the third unit, management in school education, third unit. Okay. Third unit's first topic is leadership at different levels of school hierarchy. Leadership at different levels of school hierarchy. School is a social organization and forming setup of education where teachers and students interact with each other for achieving predetermined objectives. നമുക്കറിയാലോ അല്ലെ, ലീഡർഷിപ്പ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്കൂൾ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് ഉണ്ട്, മാൻ ഹോൾഡ് ചെയ്യുന്ന ലീഡർഷിപ്പ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്കൂൾ ഹൈറാർക്കിയിൽ ഏതൊക്കെ ടൈപ്പ് ലീഡർഷിപ്പ് ആണ് ഉള്ളത്, അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നെക്സ്റ്റ്, ലീഡർഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സൂപ്പർവൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് സ്കൂൾ പ്രോഗ്രാംസ്. നെക്സ്റ്റ്, മീനിങ് ഓഫ് സ്കൂൾ ലീഡർഷിപ്പ്. സ്കൂൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? School leadership is the process of enlisting and guiding the talents and energies of teachers, pupils and parents toward achieving common educational aims. അതായത് ഒരു കോമൺ എഡ്യൂക്കേഷണൽ എയിംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരൻസും എല്ലാവരും കൂടി കോറിലേറ്റ് ചെയ്തു പോകുന്ന ഒരു ലീഡർഷിപ്പാണ് നമുക്ക് വേണ്ടതും. അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഒരാൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. One minute. Rini. Okay. Meaning of school leadership. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then the concept of leadership was favored because it conveys dynamism and proactivity. അതായത് സ്കൂൾ ലീഡർഷിപ്പിൽ നമ്മൾ പറഞ്ഞു ടീച്ചേഴ്സും പീപ്പിൾസും പാരൻസും എല്ലാവരും കൂടിയും എന്ത് ചെയ്തിട്ടാണ്, കോറിലേറ്റ് ചെയ്തിട്ടാണ് കോമൺ എഡ്യൂക്കേഷണൽ എയിംസ് അച്ചീവ് ചെയ്യുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ലീഡർഷിപ്പ് വാസ് ഫേവേർഡ് ബിക്കോസ് ഇറ്റ് കൺവേസ് ഡൈനാമിസം ആൻഡ് പ്രോ ആക്ടിവിറ്റി. ഡൈനാമിസം മീൻസ് നിങ്ങൾക്ക് അറിയാം, എല്ലാം ഡൈനാമിക് ആണ് അല്ലെ, വേൾഡ് തന്നെ ഡൈനാമിക് ആണ്. അപ്പൊ അത് അബ്സോർബ് ചെയ്യാനുള്ള പ്രോ ആക്റ്റീവ് ആയിരിക്കണം. അതായത് പ്രോ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോ ആക്റ്റീവ് ആയിരിക്കണം എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ. അതായത് വി ആർ റെഡി ഫോർ ഫേസിങ് ദ ഫ്യൂച്ചർ. അതായത് ഓരോ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ പ്രോ ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് ലീഡർഷിപ്പിൽ പറയുന്നത്. നെക്സ്റ്റ്, നാച്ചർ ഓഫ് സ്കൂൾ ലീഡർഷിപ്പ്. സക്സസ്ഫുൾ സ്കൂൾ ലീഡേഴ്സ് ആർ, എങ്ങനെയായിരിക്കണം സക്സസ്ഫുൾ സ്കൂൾ ലീഡേഴ്സ്? കൺസിസ്റ്റന്റ് ഹൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് ആർ വെരി ambitious for the success of their pupils. Focus on improving teaching and learning. Then expert at assessment and the tracking of pupil progress. Develop individual students through promoting rich opportunities for learning both within and out of the classroom. സ്കൂൾ ലീഡർഷിപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഒന്നുകൂടി പറയുന്നു. കൺസിസ്റ്റന്റ് ഹൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് ആർ വെരി ആംബിഷ്യസ് ഫോർ ദി സക്സസ് ഓഫ് ദെയർ പീപ്പിൾസ്. എപ്പോഴും ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നത് സക്സസ് ഓഫ് ദെയർ പീപ്പിൾസ് അതിലായിരിക്കണം. ദെൻ ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ്ങും ലേണിംഗിലും ഇംപ്രൂവ് ചെയ്യാൻ അവർ മുൻകൈ എടുക്കണം. Then expert at assessment and the tracking of pupil progress. Then develop individual students through promoting rich opportunities for learning both within and out of the classroom. അതായത് വിത്തിൻ ദ ക്ലാസ് റൂം ഔട്ട് ഓഫ് ദ ക്ലാസ് റൂമിലും കുട്ടിയെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ലീഡർഷിപ്പ് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ്, styles of school leadership. Leadership style is a typical behavior pattern adopted by the leader to influence his followers for leading his people. An executive has to adopt different types of subordinates and has to adopt different styles of leading them at the workplace according to situation.
അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് എ ടിപ്പിക്കൽ ബിഹേവിയർ പാറ്റേൺ അഡോപ്റ്റഡ് ബൈ ദ ലീഡർ. അതായത് ടിപ്പിക്കൽ ബിഹേവിയർ പാറ്റേൺ ഉണ്ടെങ്കിലും അതിൽ ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ് ഹിസ് ഫോളോവേഴ്സ് ഫോർ ലീഡിങ് ഹിസ് പീപ്പിൾ. നമ്മളുടെ എല്ലാ ഓർഗനൈസേഷനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ട്. ആൻഡ് എക്സിക്യൂട്ടീവ് ഹാസ് ടു അഡോപ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബോർഡിനേറ്റ്സ്. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ടായത്? അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലീഡിംഗ് വേണം. ദം അറ്റ് ദ വർക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. ദ സ്റ്റൈൽസ് ആർ ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദെയർ സിറ്റുവേഷൻ. Then styles of leadership: autocratic leadership, democratic leadership and laissez-faire leadership. അല്ലെങ്കിൽ laissez-faire style എന്നും പറയാം. Then autocratic leadership. What do you mean by autocratic leadership? Under this style of leadership, there is complete centralization of authority in the leader. It is also known as leader-centered style. And authority is centered in the leader himself. He has all the powers to take decisions. He designs the workload of his employees and exercises tight control over them. The subordinates are bound to follow his ഓർഡർ ആൻഡ് ഡയറക്ഷൻസ്. അതായത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, അതായത് ഒരു ഏകാധിപത്യ സ്വഭാവം ഉള്ളത്. അപ്പോൾ ഈ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിൽ കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദ ലീഡർ, കംപ്ലീറ്റ് ഹോൾഡ് ആരുടെ കയ്യിലായിരിക്കും? ലീഡറുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ലീഡർ സെന്റേർഡ് സ്റ്റൈൽ എന്നും പറയാറുണ്ട്. ആൻഡ് അതോറിറ്റി ഈസ് സെന്റേർഡ് ഇൻ ദ ലീഡർ. അതോറിറ്റി എപ്പോഴും ഫോക്കസ് ചെയ്ത് തിരിയുന്നത് എവിടെയായിരിക്കും? ലീഡറിന് ചുറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഹി ഡിസൈൻസ് ദ വർക്ക് ലോഡ് ഓഫ് ഹിസ് എംപ്ലോയീസ് ആൻഡ് എക്സസൈസ് ടൈറ്റ് കൺട്രോൾ ഓവർ ദം. അവരുടെ മുകളിൽ ഒരു ടൈറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. സബോർഡിനേറ്റ്സിന് അത് ഫോളോ ചെയ്യുക, അവരുടെ ഡയറക്ഷൻസും ഓർഡേഴ്സും ഫോളോ ചെയ്യാൻ മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ. നോ ആർഗ്യുമെന്റ്സ്. Then democratic leadership. അത് നമുക്കറിയാം അല്ലെ, ജനാധിപത്യ രീതിയിലുള്ള ലീഡർഷിപ്പ്. Under this style, a leader decentralizes high authority to his subordinates. He makes a final decision only after consultation with the subordinates. Democratic leaders have a high concern for both people and work. ഈ സ്റ്റൈലിൽ എങ്ങനെയായിരിക്കും? ഡീസെൻട്രലൈസസ് ഹൈ അതോറിറ്റി ടു ഹിസ് സബോർഡിനേറ്റ്സ്. അതായത് സബോർഡിനേറ്റ്സിനോട് ഹൈ അതോറിറ്റി, അതായത് ഡീസെൻട്രലൈസസ് ഹൈ അതോറിറ്റി, അതായത് അവരുടെ അതോറിറ്റേറ്റീവ് പവർ അവരെന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ കൂടി അത് ഫ്ലെക്സിബിൾ ആണ്. അതായത് അവരുടെ പവർ അവര് ഡിവൈഡ് ചെയ്തു പോകുന്നു. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള, സബോർഡിനേറ്റ്സിനും അവരവരുടേതായിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് പവർ ഉണ്ടായിരിക്കും. പിന്നെ എപ്പോഴും ഹി മേക്സ് എ ഫൈനൽ ഡിസിഷൻ ഓൺലി ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത് ദി സബോർഡിനേറ്റ്സ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഓക്കെ ഓക്കെ. Then democratic leaders have a high concern. Democratic leaders എന്തുണ്ടാവും? ഹൈ കൺസേൺ ഫോർ ബോത്ത് പീപ്പിൾ ആൻഡ് വർക്ക്. വർക്കിലും അവർക്ക് കൺസേൺ ഉണ്ടായിരിക്കും, അതോടൊപ്പം പീപ്പിൾസിന്റെ ഇതിലും, അതായത് അവരുടെ റെസ്റ്റ്, അവരുടെ ലീഷർ ടൈം, അവരുടെ വർക്ക് ലോഡ്, അതിലൊക്കെ ഒരു കൺസേൺ ഉണ്ടായിരിക്കും. ഏതില്? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പില്. നെക്സ്റ്റ്, laissez-faire style അല്ലെങ്കിൽ laissez-faire type of leadership. Under this style, manager gives complete freedom to his subordinates. ഇവിടെ ഫുൾ ഫ്രീ ആണ്. ഡെമോക്രാറ്റിക്കില് കുറച്ചുകൂടിയും അവരെന്താണ്, ലീഡർ ഒന്നുകൂടി കൺട്രോൾ ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് വിടുന്നു. ഇവിടെ ഫുൾ ഫ്രീ ആണ്. Under this style, manager gives complete freedom to his subordinates. The entire decision making authority is entrusted to them. 1 minute. ഓക്കെ ഓക്കെ. ശരണ്യ, എന്തു പറ്റി? നെറ്റ് പ്രോബ്ലം തോന്നുന്നു, കേൾക്കുന്നില്ല. Then subordinates have to നമ്മൾ പറഞ്ഞ the decision, the entire decision making authority is entrusted to them. Then there is last intervention by the leader, and so the group operate entirely on its own. Then subordinates have to exercise self-control. This style helps subordinates to develop independent personality. അതായത് laissez-faire എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഫുൾ ഫ്രീ ആണ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ് എൻട്രസ്റ്റഡ് ടു ദം. എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സിൽ അവർ എൻട്രസ്റ്റ് ചെയ്യാണ്. അത് ഡിസിഷനൊക്കെ, അതായത് എല്ലാവരും ലീഡറും സബോർഡിനേറ്റ്സും എല്ലാം ഒരുപോലെയാണ് അവിടെ പവർ ഹോൾഡ് ചെയ്യുന്നത്. ദർ ഈസ് ലാസ്റ്റ് ഇന്റർവെൻഷൻ ബൈ ദ ലീഡർ. അവിടെ എപ്പോഴും ലീഡർ വരുന്നത് ലാസ്റ്റ് ആയിരിക്കും. ഗ്രൂപ്പ് ഓപ്പറേറ്റ് എൻറ്റയർലി ഓൺ ഇറ്റ്സ് ഓൺ. അതായത് ഗ്രൂപ്പാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരൊരു ഓവർവ്യൂ നടത്തുന്നു, അതോടൊപ്പം പോകുന്നു. സബോർഡിനേറ്റ്സ് ഹാവ് ടു എക്സസൈസ് സെൽഫ് കൺട്രോൾ. അതുകൊണ്ട് സബോർഡിനേറ്റ്സിന് ഫ്രീഡം ഉള്ളതുകൊണ്ട്, ഫ്രീഡം ഓഫ് വർക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. പിന്നെ സബോർഡിനേറ്റ്സ് ടു ഡെവലപ്പ് ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി, അതായത് ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നും പറയുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് വിസിബിൾ ആയിരുന്നോ കറക്റ്റ് ആയിട്ട്?
കാണാണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്താണെന്നറിയോ ഇത് കൊടുക്കാൻ വിട്ടുപോയി. ഫുള്ള് ഷോ കൊടുക്കാൻ വിട്ടുപോയി ഓരോരുത്തരുടെ ഇടയിൽ എൻ്റർ ചെയ്യുമ്പോഴേ. ദെൻ ഇപ്പൊ ലെസേ സ്ക്വയർ സ്റ്റൈലാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്തത് ടീച്ചർ ആസ് എ ലീഡർ. അതായത് ദ സ്റ്റാറ്റസ് ഓഫ് ദ ടീച്ചർ റിഫ്ലക്ട്സ് ദ സോഷ്യോളജി കൾച്ചറൽ ഇത്തോസ് ഓഫ് എ സൊസൈറ്റി. NP 1986 പറയുന്ന ഒരു വാചകം പോലെയാണത്. ദ സ്റ്റാറ്റസ് ഓഫ് ദ ടീച്ചർ, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ആണ് പറഞ്ഞത്. അതിൽ ആ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പിൽ ഹെഡ് മാസ്റ്റർ ഒരു ലീഡറാണ്, അതുപോലെ തന്നെ ടീച്ചറും ഒരു ലീഡറാണ്. അപ്പോൾ ടീച്ചർ ആസ് എ ലീഡർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്തിന്റെ ഹെഡ് മാസ്റ്റർ ആസ് എ ലീഡർ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ലീഡർഷിപ്പ് എങ്ങനെയാണ് ഒരു സ്കൂൾ ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നത് എന്നാണ്, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഹൈറാർക്കി, ലീഡർഷിപ്പ് ഹൈറാർക്കിയാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ പറഞ്ഞ നാച്ചർ ഓഫ് ലീഡർഷിപ്പ് പറഞ്ഞു, ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് പറഞ്ഞു. ഇനി ടീച്ചർ ആസ് എ ലീഡർ. The status of the teacher reflects the sociology, cultural ethos of a society. അതായത് ടീച്ചർ റിഫ്ലക്ട് ചെയ്യുന്നത്, അതായത് നമ്മളുടെ കൾച്ചറൽ എത്തിക്സ് അല്ലെങ്കിൽ സോഷ്യോളജി അതൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നു. ഒരു സൊസൈറ്റിയുടെ തന്നെ എത്തിക്സ് എക്സിബിറ്റ് ചെയ്യുന്നത് ആരിലൂടെയാണ്? ടീച്ചറിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഒരു ടീച്ചർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ സൊസൈറ്റിയുടെ കൾച്ചർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു കൊട്ടേഷനാണ് അതിൽ പറയുന്നത്. ടീച്ചേഴ്സ് ക്യാൻ പ്ലേ ന്യൂമറസ് റോൾസ് ഇൻ സൊസൈറ്റി. ഒരുപാട് റോൾസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 5 റോളാണ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ ആസ് എ ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട്, ദെൻ ടീച്ചർ ആസ് എ മാനേജർ, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ആസ് എ കൗൺസിലർ, ടീച്ചർ ആസ് എ കമ്മ്യൂണിറ്റി ലീഡർ. ദെൻ ടീച്ചർ ആസ് ആൻ ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട്. എങ്ങനെയാണ് ടീച്ചർ ഒരു ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്ലേ ദിസ് റോൾ എഫക്റ്റീവ്ലി ദ ടീച്ചർ ഹാസ് ടു update his own knowledge, develop appropriate attitude and values and improve his own skills. അതാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്ഡേറ്റ് ഹിസ് ഓൺ നോളജ്, അതായത് എപ്പോഴും ടീച്ചർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ ഒന്നും പഠിക്കാനൊന്നും പോകില്ല അല്ലെ. പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റ് ജോലി കൂടി ആയാൽ പിന്നെ എവിടേക്കും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ അത് പാടില്ല. അപ്ഡേറ്റ് ഹിസ് ഓൺ നോളജ്, ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡും എന്ത് ചെയ്യണം, നമ്മുടെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് ആവണം. ആൻഡ് വാല്യൂസ് ഡിഫറെന്റ് ആവും. ആൻഡ് ഇംപ്രൂവ് ഹിസ് ഓൺ സ്കിൽസും ഇംപ്രൂവ് ചെയ്യണം. ദെൻ റീഡ് വൈഡ്ലി, വൈഡ് റീഡിംഗ് ഈസ് എനേബിൾ. Then come down to the level of students. That is very important. അതായത് ടീച്ചർക്ക് നല്ല ഹൈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ടീച്ചർ ഹാസ് ടു കം ഡൗൺ ടു ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിന്റെ ലെവലിലേക്ക് ടീച്ചർക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ എംഫസിസ് ഓൺ ലേണിംഗ് റാദർ ദാൻ ടീച്ചിങ്. ലേണിങ്ങിനാണ് ടീച്ചർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് നല്ലൊരു ലേണർക്ക് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റുമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ദെൻ കണ്ടക്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷനും അതുപോലെ ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ദെൻ മേക്ക് ഡയഗ്നോസിസ്. ഇത് ഒരു ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ ടീച്ചർ ചെയ്യേണ്ട ജോലീസ് ആണ്. Then next, teacher as a manager. As a manager, teacher has to plan his work carefully. എങ്ങനെയാണ് ടീച്ചർ വർക്കുകൾ മാനേജ് ചെയ്യേണ്ടത്? ഓർഗനൈസ് സ്റ്റുഡൻസ് ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് സിസ്റ്റമാറ്റിക്കലി. കുട്ടികളെ നന്നായി ഓർഗനൈസ് ചെയ്യണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും. ദെൻ ഫിസിക്കൽ റിസോഴ്സസ് സിസ്റ്റമാറ്റിക്കലി. Control and monitor the progress regularly. Evaluate the performance of the group continuously. Follow the principles of democracy in classroom management. ഇത്രയാണ് ടീച്ചർ ആസ് എ മാനേജർ എന്നുള്ള രീതിയിൽ. ഒരുപാട് നിങ്ങൾക്ക് അറിയുന്ന വേറെയും പോയിന്റ്സുകൾ ഉണ്ടാവും, അതും എഴുതാൻ പറ്റും. ദെൻ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ഇപ്പൊ അറിയാലോ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ള റോളിലാണ് ഇപ്പൊ ടീച്ചർ നിൽക്കുന്നത്. ബി വാം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സെൽഫ് കൺട്രോളിങ്. ദെൻ ലിസൺ ആൻഡ് ആക്സെപ്റ്റ് സ്റ്റുഡൻസ് ഫീലിംഗ്സ് ആൻഡ് ഐഡിയാസ്. Then observe students' reactions skillfully. Encourage classroom discussion, panel discussion, peer tutoring, etc. നിങ്ങൾക്ക് അറിയാലോ ടീച്ചറുടെ റോൾ ഇങ്ങനെ ഒരു അതോറിറ്റേറ്റീവ് റോൾ എന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു അല്ലെ. ടീച്ചർ ആസ് എ മെന്റർ, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ആ രീതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ സെൻഡ് റിപ്പോർട്ട്സ് ടു പാരന്റ്സ് ഓൺ ദ ചൈൽഡ്സ് പ്രോഗ്രസ്. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചൈൽഡിന്റെ റിപ്പോർട്ട് പാരന്റ്സിനെയോ ഗാർഡിയനെയോ ഏൽപ്പിക്കേണ്ടത് ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ദെൻ
teacher as a counselor. As a counselor, the teacher is not expected to solve problems. അതായത് കൗൺസിലർ എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് ടീച്ചർ ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഗൈഡൻസ് ആണ് ആക്ച്വലി ടീച്ചർ കൊടുക്കുന്നത്. ആസ് എ കൗൺസിലർ എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് ക്ലിനിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ചെയ്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും ടീച്ചർക്ക് ഇതില്ല. അതായത് അങ്ങനെ ചെയ്യാനും പറ്റില്ല. അതല്ല കൗൺസിലർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അസിസ്റ്റന്റ് സ്റ്റുഡൻസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സ്കോളർഷിപ്സ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതായത് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട്, അതായത് അതിന്റെ അർഹതയുള്ള കുട്ടികൾക്ക്, എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്സ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ടൈം നോക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുക. ദെൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പിംഗ് പ്രോപ്പർ സ്റ്റഡി ഹാബിറ്റ്സ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ്സ്. അതിലൊക്കെ പ്രോബ്ലം പറഞ്ഞിട്ട് പാരന്റ്സ് ഒക്കെ നിങ്ങളെ സമീപിക്കും. അപ്പോൾ പ്രോപ്പർ സ്റ്റഡി ഹാബിറ്റ്സ് ഡയറക്ട് ചെയ്യാൻ കഴിയണം ടീച്ചർക്ക്. ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ചൂസ് അപ്രോപ്രിയേറ്റ് ബുക്സ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽസ്. അതായത് റെഫറൻസ് മെറ്റീരിയൽസ് ഏതാണ്, ഏത് ബുക്കാണ് പഠിക്കേണ്ടത്, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചർ ഒരു ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിലാണ്. Then assist students to solve their health problems. ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരിക, അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുക. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക പാരന്റ്സിനോടൊപ്പം ചേർന്ന്. ദെൻ ഗൈഡ് സ്റ്റുഡൻസ് ടു മേക്ക് പ്രോപ്പർ യൂസ് ഓഫ് ലിഷർ ടൈം. അതായത് ലിഷർ ടൈം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ ടീച്ചറെ എന്ത് ചെയ്യണം, അവരെ സഹായിക്കണം എന്നാണ് പറയുന്നത്. ടീച്ചർ ആസ് എ കൗൺസിലർ എന്നുള്ളതിൽ പറയുന്നത്. ടീച്ചർ ആസ് എ കമ്മ്യൂണിറ്റി ലീഡർ. മേക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവെയർ അബൌട്ട് വെൽഫെയർ സ്കീംസ്. അതായത് കമ്മ്യൂണിറ്റി ലീഡർ ആയിട്ട് ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത് മേക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവെയർ അബൌട്ട് വെൽഫെയർ സ്കീംസ്. അതായത് സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ് പലതും കോറിലേറ്റ് ചെയ്ത് കിടക്കുന്നത് നമ്മളുടെ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സും ആയിട്ടായിരിക്കും. അപ്പൊ അതിലുള്ള ആ വെൽഫെയർ സ്കീംസ് ഒക്കെ അവെയർ ചെയ്യിപ്പിക്കേണ്ടത് ടീച്ചറാണ്. Then convince them about developmental programs initiated by the government and local bodies. Then participate and lead the community in literacy campaigns, SSA, population education, immunization, etc. അറിയാലോ ലിറ്ററസി ക്യാമ്പയിൻസ്, സാക്ഷരത മിഷന്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാവരെയും സാക്ഷരതരാക്കുക, അങ്ങനെയുള്ള ക്യാമ്പയിൻസ്, പിന്നെ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകൾ, പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, അതിന്റെ ഓരോ ക്യാമ്പയിനുകൾ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ലീഡ് ചെയ്യണം, കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യണം. അറ്റൻഡ് കമ്മ്യൂണിറ്റി മീറ്റിംഗ്സ്, ഫെസ്റ്റിവൽസ് ആൻഡ് ഫംഗ്ഷൻസ്. അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരിക്കലും ടീച്ചർ മാറി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മേക്ക് അവെയർ അബൌട്ട് പ്ലാൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ പോളിസീസ്. പുതിയ വരുന്ന പ്ലാൻസ്, എഡ്യൂക്കേഷണൽ പോളിസീസ് അതൊക്കെ അവെയർ ആക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനാണ് ചില ഉത്തരവുകളൊക്കെ വരിക. പക്ഷെ അത് സ്കൂളിലേക്ക് എത്തിക്കുക, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, അത് നിങ്ങളാണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് എത്തിക്കേണ്ട ചുമതലയൊക്കെ ടീച്ചറുടെയാണ്. ഒരുപാട് നമ്മുടെ നഗരസഭയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഒക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്ത് എപ്പോഴും കിടക്കേണ്ട ഒരു ഫീൽഡാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതൊരു ശ്രദ്ധിക്കാം. ദെൻ ഇത്രയാണ് അതിൽ പറയുന്നത്. ഇപ്പൊ നമ്മള് മനസ്സിലായോ? എന്തെങ്കിലും ഇതുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും ഇല്ലേ? ഓക്കെ. അപ്പൊ മനസ്സിലായോ ടോപ്പിക്? ഏതെങ്കിലും ഡിസ്കസ് ചെയ്യണോ? ഓക്കെ. മാനേജ്മെന്റ്. ടീച്ചർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറയൂ. ടീച്ചർ, അപ്പൊ ഈ മെന്ററും കൗൺസിലറും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെന്റർ എന്ന് പറയുന്നത് മെന്ററും ഫെസിലിറ്റേറ്ററും ആണ് ഒരേ ഇതിൽ വരുന്നത്. ടീച്ചർ ആസ് എ മെന്റർ ആൻഡ് ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്ററും നമ്മള് പറയൂ. മെന്റർ പറയൂ, കേൾക്കുന്നുണ്ട്. മെന്ററും ഗൈഡിങ് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ. ഇപ്പോ ടീച്ചർ ഗൈഡൻസ് കൊടുക്കുന്നു, ടീച്ചർ കൗൺസിലിംഗ് കൊടുക്കുന്നു, ടീച്ചർ ആസ് എ മെന്റർ, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ഇതൊക്കെ ഒരേ ഇത് തന്നെയാണ്, ഒരേ മീനിങ്ങിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമല്ലോ, ടീച്ചർ എന്ന് പറഞ്ഞത് ആദ്യം എന്തായിരുന്നു, ടീച്ചർ ഒരു ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു, അല്ലെ? ടീച്ചർ ആയിരുന്നല്ലോ, ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്ന് ടീച്ചർ ആസ് എ മെന്ററിലേക്കാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ടീച്ചർ ആസ് എ ഗൈഡായി, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആയി, ഇപ്പോൾ ടീച്ചർ ആസ് എ മെന്റർ എന്നുള്ള രീതിയിലാണ്. അതായത് കുട്ടി തന്നെ പഠിച്ചോളും. നമ്മള് ഈ ഗൈഡൻസും കൗൺസിലിങ്ങും മെന്ററിങ്ങും ഒക്കെ ടീച്ചറുടെ ഒരു
എന്താ പറയാ ടീച്ചിങ്ങിന് അപ്പുറത്തേക്കുള്ള നമ്മൾ ലേണിംഗ് മെറ്റീരിയൽ പഠിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ടീച്ചറുടെ ഒരു പിന്നെ കഴിവ്, ഒരു സ്കിൽ എക്സിബിറ്റ് ചെയ്യുക. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന്, മെന്റലും ഹെൽത്ത് വൈസും ഒക്കെ ഉള്ള പ്രോബ്ലംസിനെ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സ്ഥലത്ത് അവർ പോകേണ്ടി വരരുത്. അതായത് കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, അവൻ വീട്ടിൽ ബുക്ക് വായിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അതിലൊക്കെ ടീച്ചർ എനിക്ക് പഠിപ്പിക്കാൻ മാത്രമേ ജോലിയുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ടതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാം ഒരു വൺ വേ ഓഫ് അനദർ ഒരേ മീനിങ് ആണ് വരുന്നത്. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ടീച്ചർ ആസ് എ മെന്റർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ മെന്ററിങ് സ്കിൽസ് ഒക്കെ എഴുതുന്നു. ഇപ്പൊ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മെന്ററിങ് തന്നെ ആയിരിക്കും നമുക്ക് കൗൺസിലിംഗ് പോലെ തോന്നാം. എല്ലാം അതിന്റെ ഒരു ഇതിൽ പെട്ടത് തന്നെയാണ്, ഒരേ ക്വാളിറ്റീസ് തന്നെയാണ്. നമ്മൾ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഇപ്പൊ കണ്ടോ, ബുക്ക് സജസ്റ്റ് ചെയ്യുക, പിന്നെ അതൊക്കെ ടീച്ചറുടെ ഡ്യൂട്ടി. ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് നല്ല ഡോക്ടർ, അല്ലെങ്കിൽ അതായത് ടീച്ചർ കമ്മ്യൂണിറ്റിയുമായിട്ടും കുട്ടിയായിട്ടും സ്കൂളായിട്ടും സൊസൈറ്റി ആയിട്ടും വളരെ മിംഗ്ലിംഗ് ആണെങ്കിൽ മാത്രമേ ടീച്ചർക്ക് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ല ടീച്ചർ സ്കൂളിൽ പോകണം, ക്ലാസ് എടുക്കണോ, തിരിച്ച് വീട്ടിൽ വന്ന് വാതിലടിച്ചിരിക്കണോ, അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് കഴിയില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മാം, ഓക്കെ കേട്ടോ? അതാണ് ടീച്ചറുടെ ലീഡർ. ഓക്കെ ഓക്കെ. ദെൻ ഇനി എന്തെങ്കിലും ഇതുണ്ടോ? ഇന്നെടുത്തത് ടോപ്പിക് 2 ടോപ്പിക്കാണ് എടുത്തത്. ലീഡർഷിപ്പ്, ഹൈറാർക്കി ഓഫ് ലീഡർഷിപ്പ്, ലീഡർഷിപ്പിലെ ഹൈറാർക്കീസ് ഏതൊക്കെയാണെന്ന് എടുത്തു. പിന്നെ ടീച്ചർ ആസ് എ ലീഡർ, ടീച്ചർ ഏതൊക്കെ രീതിയിൽ ലീഡർ ആണ്, എക്സാമിന് വരുന്നതാണ് ടീച്ചർ ആസ് എ ലീഡർ എന്നുള്ള ടോപ്പിക്. ജസ്ന വളരെ ലേറ്റ് ആണല്ലോ, 8 മണിക്കാണ് ക്ലാസ്, മറന്നുപോയോ? സോറി മിസ്. ഓക്കെ. എന്തായാലും ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, വായിച്ചാൽ മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഇതിലുണ്ടോ, ചോദിക്കാനുണ്ടോ? മീനിങ്ങും നേച്ചറും. ഓക്കെ, ജസ്റ്റ് ലേറ്റായി വന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലെ ജസ്ന? റിനി, ജസ്ന കാണുന്നില്ലേ? ഓക്കെ. ജസ്റ്റ് ഹെഡിങ്സ് ഒന്ന് വായിച്ചോളൂ. വായിക്കാൻ ഞാൻ. ഓക്കെ. ഹെഡിങ്സ് മാത്രം. ലീഡർഷിപ്പ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്കൂൾ ഹൈറാർക്കിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മീനിങ് ഓഫ് സ്കൂൾ ലീഡർഷിപ്പ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നാച്ചർ ഓഫ് സ്കൂൾ ലീഡർഷിപ്പ്, ദെൻ സ്റ്റൈൽസ് ഓഫ് സ്കൂൾ ലീഡർഷിപ്പ്, ഡിഫറെന്റ് സ്റ്റൈല് പറഞ്ഞു. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ആൻഡ് ലെസേഴ്സ് ഫെയർ. ദെൻ ടീച്ചർ ആസ് എ ലീഡർ, അതിൽ 5 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ടീച്ചർ ആസ് ആൻ ഇൻസ്ട്രക്ഷണൽ ഇൻപുട്ട്, ടീച്ചർ ആസ് എ മാനേജർ, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ആസ് എ കൗൺസിലർ, ടീച്ചർ ആസ് എ കമ്മ്യൂണിറ്റി ലീഡർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയാനുള്ളത്? നമ്മളുടെ ഒരു ഇതുണ്ട്, എന്താ പറയാ, നമ്മളുടെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ ഫാദർ പറഞ്ഞിരുന്നു ആ വർക്ക് നമ്മൾ സെപ്റ്റംബർ 7 ഡേറ്റ്. അത് നമുക്ക് ചെയ്യാനുള്ളത് ടാസ്ക് ആണ്, ഈ ടോപ്പിക്കിന്റെ ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ, പിന്നെ ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട് അതിൽ ഒരു എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെന്റ് ഏതെങ്കിലും സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട് റിസോഴ്സസ് പോയിന്റ് ഔട്ട് ചെയ്യാനാണ്. പിന്നെ ആ റിസോഴ്സസ് യൂസ് ചെയ്യാതെ കിടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, അതായത് അതിൽ സജഷൻസ് കൊടുക്കുക. ആ റിസോഴ്സസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട് എഴുതാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താണ് സാഹചര്യങ്ങൾ വരികയെന്നറിയില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആണെങ്കിലും ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനീഷ്യേറ്ററി സ്കൂളോ ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊന്ന് ഓർമ്മയിലിരിക്കുക കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ പറഞ്ഞാലും, ഇപ്പൊ നമ്മളുടെ നെക്സ്റ്റ് എലക്റ്റീവ് ഉണ്ടല്ലോ, മാനേജ്മെന്റ് അല്ലാതെ ഡിഫറെന്റ്ലി ഏബിൾഡ്, അതിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതും സ്കൂൾ വിസിറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മളതൊന്ന് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്, അത് ഓർമ്മ വേണം. നമ്മളുടെ ഈ ടോപ്പിക്കിലൊരു, ഈ സബ്ജക്റ്റിലൊരു ടാസ്ക് ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഹലോ. ഓക്കെ, പറയൂ.
മിസ് അതെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഷീറ്റ് അപ്ലോഡ്